നമസ്കാരം. ഇത് രാമായണ മാസമാണല്ലോ. അപ്പോൾ രാമായണത്തിലെ ഒരു കഥ തന്നെ ഞാൻ ഇന്ന് പറയാം. രാവണപുത്രനായ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ രാമരാവണ യുദ്ധത്തിങ്കൽ ചോരക്കളമായ വാനരപക്ഷത്തിൻ്റെ മൃതദേഹങ്ങൾക്കിടയിലൂടെ ജീവൻ ബാക്കി നിന്ന വിഭീഷണൻ ആകുലതയോടെ ശ്രീരാമനെയും സുഗ്രീവനെയും ലക്ഷ്മണൻ, ഹനുമാൻ എന്നിവരെയും തിരഞ്ഞു നടന്നു. അപ്പോൾ ദേഹമെല്ലാം ചോരയൊഴുക്കിക്കൊണ്ട് ചിരഞ്ജീവിയായ ജാംബവാനെ കാണുന്നു. ഉടനെ വിഭീഷണൻ നമ്മുടെ ദുരവസ്ഥയെ കണ്ടില്ലേ എന്ന് ജാംബവാനോട് നിലവിളിച്ചുകൊണ്ട് പറയുന്നു. ആ സമയം ജാംബവാൻ ഉറക്കെ ചോദിച്ചു, വിഭീഷണ, കേസരിനന്ദനൻ, അഞ്ജനാപുത്രൻ, മരുതാത്മജൻ എൻ്റെ മാരുതി ജീവനോടെയുണ്ടോ? ഇതുകേട്ട വിഭീഷണൻ ജാംബവനോട് തിരികെ ചോദിക്കുന്നു, ശ്രീരാമലക്ഷ്മണന്മാരെക്കുറിച്ച് തിരക്കാതെ അങ്ങെന്തേ ഹനുമാനെക്കുറിച്ച് തിരക്കുന്നു? ഇതുകേട്ട ജാംബവാൻ വിഭീഷണനോട് പറയുന്നു, എങ്കിലോ കേൾക്ക നീ. മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. വിഭീഷണ, മാരുതിയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട. നമുക്കെല്ലാം ഇനിയും ആയുസ്സുണ്ട്. ആരും ഭയപ്പെടേണ്ടി വരില്ല. എന്നാൽ മാരുതിയില്ലെങ്കിൽ ആരുണ്ടായിട്ടും നമുക്ക് രക്ഷയില്ല. ഉടനെ ജാംബവാൻ ഉറക്കെ വായുപുത്ര വീരഹനുമാനേ എന്ന് അലറി വിളിക്കുമ്പോൾ അടർക്കളത്തിൻ്റെ ചോരച്ചാലുകൾക്ക് ഇടയിൽ നിന്നും തൻ്റെ ഗദയുമേന്തി കക്ഷത്തിൽ ഞെരുക്കിപ്പിടിച്ച അസുരരും ജീവശ്വാസം കിട്ടാതെ തൻ്റെ വാലിൽ കിടന്ന് പിടയുന്ന അസുരന്മാരെയും പിടിച്ചുകൊണ്ട് ജാംബവാൻ്റെ മുന്നിലേക്ക് വീരഹനുമാൻ ചാടി വീണു. അങ്ങനെ ജാംബവാൻ്റെ വാക്ക് കേട്ട് മുന്നിൽ വന്ന ഹനുമാനോട് ജാംബവാൻ പറയുന്നു, വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി എന്ന ദിവ്യ ഔഷധങ്ങളിൽ 4ാമത്തെ ഔഷധമായ മൃതസഞ്ജീവനി കൊണ്ടുവന്നാൽ എല്ലാവരെയും നമുക്ക് ജീവിപ്പിക്കാം. ആയതുകൊണ്ട് ഉടനെ നീ പുറപ്പെട്ടാലും മകനെ. ഇങ്ങനെ പറഞ്ഞ് ആശീർവദിച്ചു. ഹനുമാനെ ദ്രോണഗിരിയിലേക്ക് പറഞ്ഞയക്കുന്നു. ശേഷം ഔഷധത്തിന് പകരം ഔഷധമിരിക്കുന്ന ദ്രോണഗിരിയെ തന്നെ പറിച്ചെടുത്ത് തിരിച്ചു വന്ന് ഏവർക്കും ജീവനേകിയ വീരഹനുമാൻ. ശ്രീരാമചന്ദ്ര ജയം. നന്ദി.